ഒരു അവധി ദിവസം ആയതുകൊണ്ട് പലർക്കും പല പ്ലാനിങ് ഉണ്ടാവില്ലേ. പക്ഷേ ഈ കാലാവസ്ഥ എന്ന് പറയുന്ന ഈ സംഭവത്തെ ഒരിക്കലും അവധിയോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ലല്ലോ. അതിങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വ്യക്തമായി ആഴത്തിൽ പരിശോധിക്കേണ്ട സമയമാണിത്. അപ്പോൾ ഇന്ന് മാപ്പ് പരിശോധിക്കുമ്പോൾ ഏകദേശം ഇന്നലെ രാവിലത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. കാരണം കാലാവസ്ഥാ വകുപ്പിൻ്റെ നിലവിലെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് കണ്ണൂരും കാസർഗോഡുമാണ് നിലവിൽ യെല്ലോ അലേർട്ട് ഉള്ളത്. അപ്പോൾ അവിടെ മാത്രമല്ലേ പ്രത്യേക അലേർട്ടുള്ളൂ എന്നൊരു ചിന്തയൊന്നും വേണ്ട. സംസ്ഥാനത്ത് ആകെ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അത് ഈ മാപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മഴയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത്. ഇനി 5 ദിവസത്തേക്കാണ് തുടർച്ചയായി കാലാവസ്ഥാ വകുപ്പ് മഴ പ്രവചിച്ചിരിക്കുന്നത്. അതായത് 11-ാം തീയതി വരെ ശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ മഴയ്ക്കുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, തുടർച്ചയായി ഒരു 5 ദിവസത്തേക്ക് മഴയാണ്. ഈ ശക്തമായ മഴയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം ന്യൂനമർദ്ദപാത്തിയാണ്. മഹാരാഷ്ട്ര തീരം മുതൽ ഗോവ വരെ തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതാണ് ഈ ശക്തമായ മഴയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ട് എന്നും കൂടി കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഇനി മഴ മാത്രമല്ല അല്ലേ, വേറെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ പരിശോധിക്കാം മറ്റു പ്രധാന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന്. ആദ്യം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അതേസമയം കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം ശക്തമായ കാറ്റാണ് കർണാടക തീരത്ത് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അടുത്തതായി പ്രധാനപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് തെക്കൻ ഗുജറാത്ത് തീരം, അതിനോട് ചേർന്ന വടക്കൻ ഗുജറാത്ത് തീരം, കൊങ്കൺ ഗോവൻ തീരങ്ങൾ, അതിനോട് ചേർന്നുള്ള സമുദ്രഭാഗങ്ങളിലെല്ലാം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി കാലാവസ്ഥാ വകുപ്പ് ഇന്ന് നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അവധി ദിവസമായിട്ടുള്ള പ്രധാനപ്പെട്ട കാലാവസ്ഥ മുന്നറിയിപ്പുകൾ. മഴയുണ്ട്, കാറ്റുണ്ട്. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് സ്കൈ വാച്ച് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാലാവസ്ഥ വിവരങ്ങളുമായി സ്കൈ വാച്ചിൽ കാണാം.